190 കിട്ടണം. 190 എവിടെ സർക്കാർ 2000 പുതിയ സീരീസ് വണ്ടിയാണ്. നിങ്ങളിത് കുറക്കാം നമുക്ക് ഒരു 5 രൂപ കുറച്ച് കൊടുക്കാം. 5 നിങ്ങൾ എന്തായാലും കുറയ്ക്കും നിങ്ങൾ കച്ചവടക്കാർ പറഞ്ഞാ യൂട്യൂബ് പറയുന്നത്. അല്ല അങ്ങനല്ല ഞാൻ പറയണ എന്താ അറിയോ 190 പ്രൈസ് കൂടുതലാണ്. നമുക്ക് 80 കൊടുക്കാം. 5 നിങ്ങൾ പറയില്ലല്ലോ. 180 കുഴപ്പമില്ല കാരണം വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിനനുസരിച്ചുള്ള MPFI അല്ലേ വരുന്നത്. അത് MPFI ആണ്. സെൻട്രൽ ലോക്ക് ഉണ്ട്, റിമോട്ട് ഉണ്ട്, പിന്നെ സ്റ്റാർട്ട് പുട്ടി സ്റ്റാർട്ട് ആണ്, ഡിക്കി ഒക്കെ തുറക്കൽ ഒക്കെ ബട്ടനാണ്. ഒരുപാട് മോഡിഫൈ ഉണ്ട്. ഉള്ളിലെ ഇന്റീരിയർ കണ്ടില്ല നിങ്ങള്. 2027 വരെ പേപ്പർ ഉണ്ട്. 2027 വരെ പേപ്പർ ഉണ്ട്. ഫ്രണ്ട്സ് മുക്താറാണ്. അങ്ങനെ ഏകദേശം ഒരു 4-5 മാസം ഉണ്ടാവില്ല യൂസുക. റമദാന്റെ തലേമാസം 4 മാസമായിട്ടുണ്ട്. നമ്മളെ യൂസുഫ് ഖാൻ അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. തന്നെ വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ചെറിയൊരു പൈസ കാർ നോക്കുകയാണെങ്കിൽ യൂസുഫ് ഖാൻ നമുക്ക് ആ ഒരു 800 ഒരു വിലഭാഗമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. 2027 വരെ പേപ്പറുള്ള MPFI അല്ല വരുന്നത്. MPFI AC ആണ് വരുന്നത്. AC വർക്കിംഗ് ആട്ടോ. AC വർക്കിംഗ് ആണ്. വെറും AC എന്നുള്ള പേരല്ല. നല്ല കൂളിംഗ് ഉള്ള വണ്ടി തരാൻ പോകുന്നത് 55 രൂപ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നത് i20 വരുന്നുണ്ട്. ഡീസൽ 2015 മോഡൽ. സ്പോർട്സ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. ഒരു പാകുള്ള പ്രൈസിനാണ് തരാൻ പോകുന്നത്. ആൾട്ടോ വരുന്നുണ്ട്, 800 വരുന്നുണ്ട്. ഒരു വാഗ്നർ നോക്കുകയാണെങ്കിൽ 2010 ഇതപ്പം കയറിക്കുന്നു കേട്ടോ. മൂപ്പര് പറഞ്ഞ വില കുറച്ച് കൂടുതലാണ്, പക്ഷെ അത് നമ്മൾ കുറപ്പിച്ചിരിക്കണം അല്ലേ. വണ്ടി ക്വാളിറ്റി ബാക്കി കുറപ്പിക്കണം നിങ്ങളെ ഇതാട്ടോ മിടുക്കാണ്. ഇനി അതേപോലെ തന്നെ നിസാന്റെ മൈക്ര വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഏതാ മോഡൽ പറഞ്ഞത്? 2017 നിസാന്റെ മൈക്ര വരുന്നുണ്ട്. ഏകദേശം 4 ലക്ഷം റുപ്യ 4 ലക്ഷം വരുന്നുണ്ട്. ബൊലോറോ വരുന്നുണ്ട്. എല്ലാ മോഡലും ഉണ്ട്. യൂസുക കൊടുക്കൂല ഞങ്ങൾ ഓഫർ. പിന്നെ നമ്മളെ ഓഫർ നമ്മളെ റേറ്റ് വണ്ടി ക്വാളിറ്റിയാണ്. നിങ്ങൾ എടുക്കാന്ന് മാത്രം വിളിക്കരുത്. നിങ്ങളെക്കാളും 10-40 വയസ്സ് ഇളയതാണ്. അപ്പൊ എനിക്ക് 20 വയസ്സോ. അല്ല വണ്ടി നല്ല ഓഫർ, നല്ല ക്വാളിറ്റി വണ്ടി. എല്ലാ വർക്ക് കൊടുത്താണ്. പാർട്ടിക്ക് ഒരു വണ്ടി കാര്യമായിട്ടൊന്നും വർക്ക് എടുക്കാണ്ടാവില്ല. മാക്സിമം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം. പിന്നെ മൂപ്പർക്ക് സ്റ്റാഫ് കാര്യങ്ങളൊന്നുമില്ല, വാടക ഒന്നുമില്ല. അതിനെ കൊണ്ട് ആ ഒരു പ്രൈസ് വണ്ടിന്റെ മുകളിൽ മാക്സിമം കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. എല്ലാ വീഡിയോയിലും പറഞ്ഞ മാതിരി തന്നെ ഏതൊരു വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. വണ്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം മുത്താർ പറഞ്ഞതാണ്, യൂസുഫ് ഖാൻ പറഞ്ഞതാണ് പറഞ്ഞിട്ട് ഇതാക്കരുത് അല്ലേ. കാരണം വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ സ്പോട്ട് എവിടെ? മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോട്ടിൽ ഗണപതി സ്കൂളിന്റെ അടുത്ത്. എന്തായാലും യൂസുഫ് ഖാൻ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചിട്ട് വന്നോളി. കുറഞ്ഞ വണ്ടികളുള്ളൂ, ഉള്ള നല്ല ഓഫറുള്ള വണ്ടികളാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. യൂസുക നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോമാറ്റിക് നിസാൻ മൈക്ര നാട് തുടങ്ങാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡല്. 2017 സിംഗിൾ RC ഓണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2017 ആണ്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ ഓട്ടോ. 62,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. ടച്ചപ്പ് കയറിയിട്ടില്ല. ഒന്നും കയറിയിട്ടില്ല. ടയറൊക്കെ എന്താ പാട്? ഒരു 90% ടയർ. 90% ടയർ ഉണ്ട്. അത്യാവശ്യം ഇന്ത്യയിലുണ്ട്. അത്യാവശ്യമല്ല, നിങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞ് കുറക്കലില്ല. നമ്മൾ ഫുള്ള് ടോപ്പ് ആക്കാൻ പറ്റില്ല. പാങ്ങൽ ലെവലിൽ പറയാൻ പറ്റില്ല. പാങ്ങലുള്ള പറയാലോ. എല്ലാം പറയാ. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ഇന്ത്യയിൽ. അതായത് സിംഗിൾ RC ഓണർ വണ്ടിക്കാണ് എല്ലാ പെർഫോമൻസ് ഇതുമേലുണ്ട്. റീപ്ലേസ്മെന്റ് എന്താ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ 4,55,000 രൂപ. 4,55,000. എത്ര ലോൺ കയറും? ഒരു 4 രൂപ എന്തായാലും കയറിയാണ്. പിന്നെ ആളെ കാറ്റലോഗ് അനുസരിച്ച് ഇതനുസരിച്ച് കയറും. 55,000 വണ്ടി സുഖമായിട്ട് ഇറക്കാം അല്ലേ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു ഇനോവ വരുന്നുണ്ട്. ഇനോവ റീയാണോ കേരളാണോ? റീ വണ്ടിയാണ്. റീയാണ് വരുന്നത്. പിന്നെ ഡിക്കിന്റെ ഗ്ലാസും റീപ്ലേസ്മെന്റ് ഉണ്ട്. മെയിൻ ഗ്ലാസും ഡിക്കിന്റെ ഗ്ലാസും അതിനനുസരിച്ച് പ്രൈസും കുറയണേ. പ്രൈസ് കുറവല്ലേ? 2012 G4 അടിപൊളി വൃത്തിയുള്ള വണ്ടി. സ്ക്രാച്ച് ചെയ്ത വണ്ടിയല്ല. ഇഞ്ചിന്റെ മെക്കാനിക്കലാണെങ്കിൽ 100% ഫിറ്റ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4th യൂണിറ്റ്സ്. കിലോമീറ്റർ 1,60,000 സംതിങ് ആണ് ഇതിലുള്ളത്. സാധ്യത വളരെ കുറവാണ്. ആകാനും സാധ്യത ഉണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. പ്രൈസ് നമുക്ക് 6,30,000 രൂപയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷൂർ പുതിയത് എടുത്തു കൊടുക്കാം. ഓഫർ അല്ലേ? 6,30,000 രൂപയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പുതിയത് എടുത്താണ് കൊടുക്കുക. ലോൺ കയറില്ലേ? എത്ര രൂപ കയറും? ഒരു 4 രൂപ വരെ ലോണും കയറും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് സ്റ്റവർലൈറ്റിന്റെ എൻജോയ് LT ആണ്. ഫുൾ ലോഡ് വണ്ടി. 2 എയർ ബാഗ്, അലൈവില് മറ്റു കാര്യങ്ങൾ. അതിന്റെ ഏറ്റവും ഫുൾ ലോഡ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. ഏതാ മോഡൽ പറഞ്ഞത്? 2013 മോഡല്. 10 മാസം വണ്ടി. കിലോമീറ്ററോ?
കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്ക് റീപ്ലേസ്മെന്റ്. ഇത് നമുക്ക് ഇതൊക്കെ പെരും ഓഫറാണ്, ഞങ്ങൾ വിചാരിച്ച കാര്യമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,35,000 കൊടുക്കാം. 2,35,000 ലോൺ കയറോ? ഇല്ല, ലോൺ കയറില്ല. ലോൺ അതത് സ്ഥലത്തെ സേട്ടുമാരുണ്ടെങ്കിൽ ഓലെ ലോൺ കയറ്റി കൊടുക്കും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരു ബഡ്ജറ്റ് കാർ നോക്കാൻ പോവുകയാണെങ്കിൽ ഒരു 800 വരുന്നുണ്ട്. ഞാൻ വരുമ്പം തന്നെ നോക്കിയതാണ്. MPFI അല്ലേ വരുന്നത്? അത് MPFI ആണ്. സെൻട്രൽ ലോക്ക് ഉണ്ട്, റിമോട്ട് ഉണ്ട്, പിന്നെ സ്റ്റാർട്ട് പുട്ടി സ്റ്റാർട്ട് ആണ്, ഡിക്കി ഒക്കെ തുറക്കൽ ഒക്കെ ബട്ടനാണ്. ഒരുപാട് മോഡിഫൈ ഉണ്ട്. ഉള്ളിലോ ഇന്റീരിയർ കണ്ടില്ല ഞങ്ങള്. 2027 പേപ്പർ ഉണ്ട്. 2027 പേപ്പർ ഉണ്ട്. 2001 മോഡല്, 2002 രജിസ്ട്രേഷൻ, 5 ഗിയർ ആട്ടോ. MPFI 5 ഗിയർ ആണ്. 2002 അല്ലേ? 2001 2002. ഓക്കെ. 27 പേപ്പർ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫൈനൽ ആക്കണേ. പിന്നെ എന്നോട് യൂട്യൂബർ കുറക്കാൻ പറ്റില്ല, 55 രൂപ കൊടുക്കാം. 55 രൂപയ്ക്ക് ലോൺ കയറും. ഇത് പിന്നെ എങ്ങനെ ലോൺ കയറുക? ബാങ്കാർ കൂടും, കേൾക്കണ്ടേ, നമ്മളെ തച്ചാട്ടോ. 55,000 ഉണ്ടെങ്കിൽ ഒരു 800 എടുക്കാം. ഞാൻ അതേപോലെ തന്നെ ഒരു കിഡ് വരുന്നുണ്ട്. കിഡ് ഏതാ മോഡൽ വരുന്നത്? 2017 മോഡല്. 2017 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്. RXC 1000 cc. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 62,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് ഇത് ആലോചിച്ചോളി, കുറച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയണം. നമുക്കൊരു 3,20,000 കൊടുക്കാം. 3,20,000. 2017 ഓട്ടോമാറ്റിക് 3,20,000. എത്ര ലോൺ കയറും? ഒരു 3 ലക്ഷം രൂപ ലോൺ. ഒരു 20,000 രൂപ വേണ്ടി സുഖമായിട്ട് ഇറക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഒരു എൻജോയ് കൂടി വരുന്നുണ്ട്. എൻജോയ് ചെയ്താൽ മോഡൽ വരുന്നത് 2013 മാത്രം. 2013 മാത്രം. അത് LT ആണ്, ഇത് LS ആണ്. LS ആണ്. ഓപ്ഷനിൽ മാറ്റമുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡാണ് എനിക്ക് തോന്നുന്നത്. തേർഡാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 160. 160. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 3,500 കൊടുക്കാം. അല്ല സോറി, 2,500. ഞാൻ 3,500 എന്നുള്ള ചോദ്യം വരാൻ പോയി. 2,500 ലോൺ നോക്കണ്ട. ഓക്കെ. ഇനി ഒരു എറ്റിയോസ് ലീവ് വരുന്നുണ്ട്. 2008 ലീവ് 2014 ലാസ്റ്റ് SP 2 എയർ ബാഗ് തന്നെ മോഡൽ. അല്ല, കേരളാണോ? റിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. 1.5 ലക്ഷം കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ മാതിരി ഇതിലുള്ളത്. വണ്ടി അത്രയും നല്ല വണ്ടി. ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് കറക്റ്റ് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. എന്തെങ്കിലും ചെറിയ പൈസ താത്തി കൊടുക്കും. സംഖ്യ പറഞ്ഞില്ല, പറഞ്ഞാൽ തുടങ്ങി പിന്നെ ആൾക്കാർ പിന്നെ തർക്കിച്ചു. ഓക്കെ. എത്ര ലോൺ കയറും? ഇതിൽ 3,000 രൂപ ലോൺ കയറും. ഓക്കെ. ഇനി ഒരു ഹോണ്ട സിറ്റി വരുന്നുണ്ട്. റീയാണോ അല്ലെ? രജിസ്ട്രേഷൻ ആണ്. കമ്പനി സർവീസ് അവിടെയും ഇവിടെയും ഉണ്ട്. മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ 1.30 ഓടിയിട്ടുണ്ട്. 2014 മോഡൽ. 2014. റീപ്ലേസ്മെന്റ് ഡീസൽ അല്ലേ? ഡീസൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 4,35 കൊടുക്കാം. 4,35,000. 4,30 കൊടുക്കാം ലാസ്റ്റ്. 4,30. എത്ര ലോൺ കയറും? ഒരു 4 രൂപ ലോൺ. 4 രൂപ ലോൺ കയറും. ഓക്കെ. ആൾക്കാരുടെ പ്രൊഫൈൽ ക്ലിയർ ആണ്. നമുക്ക് ലോൺ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം. ഇനി ഒരു ബലോന വരുന്നുണ്ട്. ബലോന ഡീസൽ ആണോ? പെട്രോൾ സീറ്റ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 17 മോഡൽ. 2017 മോഡൽ. നിങ്ങൾ തുറന്ന ആ ഡ്രൈവർ സൈഡിലുള്ള ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഡോർ ആക്സിഡന്റ് അല്ല, സ്ക്രാച്ച് ആയപ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ മാറ്റണം. ഹിസ്റ്ററിയിലുണ്ട്. ഈ ഗ്ലാസ് മാറിക്കണോ? ഇല്ല, മാറിയിട്ടില്ല. 2017 ബലോന ഓട്ടോമാറ്റിക്. 82,000 കിലോമീറ്റർ ഓട്ടം. റീപ്ലേസ്മെന്റ് എന്താണോ? പ്രൈസ് നമുക്കൊരു 6,05,000 കൊടുക്കാം. 6,05,000. ഇനി 5,000 കുറച്ചുകൂടെ റൗണ്ടിന് കൊടുക്കാം. 6 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 5.5 വരെ ലോണും കൊടുക്കും. 5.5 വരെ. 50,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ. ഇനി ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ 2011 12 മാസം വണ്ടി. 2011 12 മാസം. LXI ആണ്. പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡോ അതോ മൂന്നോ? സെക്കൻഡ് ഏക്കാരോ. കിലോമീറ്ററോ? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 1,45,000 കൊടുക്കാം. 1,45,000. എത്ര ലോൺ കയറും? ഓർപ്പ് എന്തായാലും കിട്ടും. 45,000 രൂപ വണ്ടി സുഖമായിട്ട്. ഞാൻ അതേപോലെ തന്നെ ഒരു 800 വരുന്നുണ്ട്. ആൾട്ടോ 800. ആൾട്ടോ 800 VXI ആണ് കേട്ടോ. LXI അല്ല. LXI അല്ല, VXI. 2 പവർ വിൻഡോ, കമ്പനി സെറ്റ്, സീറ്റ് കവറൊക്കെ പുതിയത് ഇപ്പെട്ടതാ. ഏതാ മോഡൽ വരുന്നത്? 2014 11 മാസം വണ്ടി. 2014 11 മാസം. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ
1.15 ഓടിയിട്ടുണ്ട്. 1.15 ഫുൾ കമ്പനി സർവീസ്, ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് വരുന്നത് പ്രൈസ് ഇത് നമുക്ക് 2 രൂപ കൊടുക്കാം. VX അല്ല 5 രൂപ കുറച്ച് കൊടുക്കാം. 1.95. എത്ര ലോൺ വരും? 1.5 രൂപ ലോൺ കിട്ടും. 1.5 ആൾക്കാരെ പ്രിഫറൻസ് ലോൺ കിട്ടും. 2 രൂപ നമ്മളെ റേറ്റ് ഇതിന്. ഞാൻ ഇവിടെ ചോദിക്കണത് 2.10. 1.95. ഈ ഓഫർ ഈ യൂട്യൂബ് കണ്ടു വരുന്നവർക്കുള്ള ഒരു ഓഫർ. പിന്നെ ഇത് കച്ചവടം കഴിഞ്ഞതിന്റെ ശേഷം യൂട്യൂബിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. ഇനി അതേപോലെ തന്നെ ഒരു i20 വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാണ്. ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് നല്ല. ക്ലച്ച് ഡിസ്ക് ഇപ്പൊ മാറ്റിയിട്ട് ഒരു 2-3 കിലോമീറ്റർ ഓടിയിട്ടില്ല. 3 കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. നല്ല വണ്ടി. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ സ്പോർട്സ് ബട്ടർ സ്റ്റാർട്ട്, സെക്കൻഡ് ചാവിയും കാര്യമൊക്കെ ഉള്ള വണ്ടി. ഏതാ ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓട്ടം, കമ്പനി സർവീസ്. റീപ്ലേസ് ഡിക്കിന്റെ ഗ്ലാസ്. ഡിക്കി മാറിയിട്ടില്ല, ഡിക്കിന്റെ ഗ്ലാസ് മാറിയില്ല. ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 4 രൂപ എന്തായാലും കയറും. ഓക്കെ, 50,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന എത്തിയോസ് അല്ലേ, ഫേസ് ലിഫ്റ്റ് ചെയ്തേ. അതെ. ഏതാ മോഡൽ വരുന്നത്? 2012 വണ്ടിയാണ്. 2012. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് 5 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 5 ഓണർഷിപ്പ്. പക്ഷെ ആ ഓണർഷിപ്പ് വണ്ടിന്റെ പെർഫോമൻസിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് വണ്ടി ഇപ്പൊ ഭയം മാറിയല്ലോ. വണ്ടി ഓണർഷിപ്പ് മാറാതെ കേരളാണോ രജിസ്ട്രേഷൻ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പൈസ വരുന്നത് നമുക്കിത് 3 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? 2.5 വരെ കയറും. ഇത് പെട്രോൾ അല്ല, ഡീസൽ. ഓക്കെ. 2.5 വരെ ലോണും കയറും. ഒരു 50,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, നമുക്ക് ഇനി താഴത്തുണ്ടോ? ബൊലോറോ ഇവിടെ കാണിച്ചിട്ടില്ല അല്ലേ? ബൊലോറോ ഏതാ മോഡൽ വരുന്നത്? 2015 SLS. 2015 അല്ലേ? SLX ആണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 1.10 ജെനുവിൻ ഓട്ടം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 5 രൂപ കൊടുക്കാം. 5 രൂപ ഇന്നത്തെ റേറ്റ്. നാളെ വീഡിയോ മറ്റന്നാളെ 5 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? 4 കയറും. 5 ഫുൾ ഓൺ തന്നെ കിട്ടും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് പറയണ്ട, 50 രൂപ വേണ്ടി വരും. ഓക്കെ. നമുക്ക് താഴത്തെ ഒരു വാഗ്നർ ഒരു വാഗ്നർ. ഇത് വാഗ്നർ മുക്താർക്കാ. ഈ വാഗ്നർ 2010 മോഡല് ആണ് വണ്ടി. 2010 ആണ് വരുന്നത്. 16 നിങ്ങൾ ചോദിച്ചല്ലോ. 16-17 ചോദിച്ചല്ലോ. നല്ല വൃത്തി കാണുന്നുണ്ട്. അതല്ല, ഇത് 10 മോഡലേ ഉള്ളൂ. വണ്ടി പോളിഷ് ചെയ്തോണ്ട് സ്ക്രാച്ചും കാര്യമൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വിലക്ക് കൊടുത്തതാ. സെക്കൻഡോ അതോ 3 ആണ്. കിലോമീറ്റർ 1.15. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു സാധനമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് വണ്ടിയുടെ വൃത്തിയും കാര്യമൊക്കെ കണ്ടില്ല നിങ്ങള്. 1.90 കിട്ടണം. 1.90 എവിടെ 2000 പുതിയ സീരീസ് വണ്ടിയാണ്. നിങ്ങളിത് കുറക്കാം. നമുക്ക് 5 രൂപ കുറച്ച് കൊടുക്കാം. 5 നിങ്ങൾ എന്തായാലും കുറയ്ക്കും. നിങ്ങള് കച്ചവടക്കാർ പറഞ്ഞാ യൂട്യൂബ് പറയുന്നത്. അല്ല, അങ്ങനല്ല ഞാൻ പറയണ എന്താ അറിയോ, 1.90 പ്രൈസ് കൂടുതലാണ്. നമുക്ക് 80 കൊടുക്കാം. 5 നിങ്ങൾ പറയില്ലല്ലോ. 1.80 കുഴപ്പമില്ല കേട്ടോ. കാരണം വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിനനുസരിച്ചുള്ളത് നിങ്ങൾ നോക്കിയെടുക്കാം അല്ലേ. അല്ല, അപ്പൊ വേറെ അറിയാനാണ്. ഓമനിയോ ഡീറ്റെയിൽസ് വരുന്നത്? ഒമ്നി 2012 മോഡൽ. 2012. ഇതൊന്നും ഈ ഞാൻ തന്നെ വിലക്കും കാർക്കോടി കിട്ടൂല. ഇതേതാ മോഡൽ വരുന്നത്? അല്ല, 2012 ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര? 80 സംതിങ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് മറ്റേ പെട്രോൾ മറ്റേ LPG MPF ഒന്നുമില്ല. ഗ്യാസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? 4 ടയർ പുത്തൻ ടയർ. ടയർ നോക്കിയാൽ പിടിച്ചാൽ നല്ല പുതിയ ടയറാണ് വരുന്നത്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1,30,000 രൂപ കൊടുക്കും. 1.30 കൊടുക്കാം. 2012 അല്ലേ? പറയില്ലല്ലോ. പറയില്ല. ഓക്കെ. ഈ സലേരിയോ? 2014 മോഡൽ VXI. 2014 VXI. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 80 സംതിങ്. റീപ്ലേസ്മെന്റ് ആണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 2.95 കൊടുക്കാം. 2.95 കൊടുക്കാം. എത്ര ലോൺ കയറും? 2.40 എന്തായാലും കയറും. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് 2007 മോഡൽ. 2027 പേപ്പർ. 27 പേര്. മൂന്നാമത്തെ RC ഓണർ. ഓണർഷിപ്പ് തേർഡ്. നിങ്ങൾ 3 പറഞ്ഞല്ലോ. 3. ഓക്കെ. കിലോമീറ്റർ എത്ര? 1.2 സംതിങ്. അത്യാവശ്യം ഓടിക്കണല്ലേ? 2007 വണ്ടിയല്ലോ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. കളവ് പറയില്ല. അതിലുള്ള തിരിമാറി ഒന്നും ഉണ്ടാവില്ല. അല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് തിരുമാറി നടത്തിയിട്ട് വേണമെങ്കിൽ 1.5 വേണമെങ്കിൽ പറയേണ്ടി പറയാം. അതൊന്നും പറയില്ല. അതൊന്നും വേണ്ട. പ്രൈസ് ആണ് എഴുതുന്നത്?
നമുക്കിത് 1,45,000 കൊടുക്കാം. 1,45,000 2007 വീഡിയോ 2027 വരെ പേപ്പറുള്ള വണ്ടി. പുതിയ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഇനി ഇൻഷുറൻസ് കയറാണ്ടോ വണ്ടി? ഇല്ല, ഇനി ആ ഒരു i20 2016 മാഗ്ന കയറാണ്ട്. വേറെ എന്താ കയറാണ്ടോ? വേറല്ല, ചെറിയ പണി ടച്ചപ്പും കാര്യം നടന്നുകൊണ്ട്. അപ്പൊ യൂസ് അത് കറക്റ്റ് സ്പോട്ട് എവിടെ ആയിരുന്നത്? ഇത് നമ്മളെ കീശ്ശേരി, കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ, നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോഡ് ഗണപതി സ്കൂളിന്റെ അടുത്ത് പുതിയോടത്ത് യൂസുഫ് ഖാൻ അടുത്തുള്ളത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും വണ്ടി കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ യൂസുഫ് ഖാൻ്റെ നമ്പർ ഉണ്ട്, വേഗങ്ങൾ വിളിച്ചോളി.